നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്റെ രചനകളിലൂടെ ഒട്ടേറെ സൂപ്പർ ഹിറ്റുകൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണല്ലേ എസ്.എൻ. സ്വാമി സാർ. അപ്പോൾ അദ്ദേഹം സംവിധാന രംഗത്തുകൂടി ഇറങ്ങുകയാണ്. ആദ്യമായി സംവിധാനം ചെയ്യുന്ന ചിത്രം സീക്രട്ടിന്റെ പ്രിവ്യൂ ഷോ കൊച്ചിയിൽ നടന്നു. ധ്യാൻ ശ്രീനിവാസൻ നായകനാകുന്ന ചിത്രം ജൂലൈ 19-നാണ് റിലീസ് ചെയ്യുന്നത്. വ്യത്യസ്തമായ പ്രമേയമാണ് ചിത്രം പങ്കുവെക്കുന്നത് എന്ന് സംവിധായകനായ എസ്.എൻ. സ്വാമി പറഞ്ഞു. വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം ഞാൻ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 10-60 കൂടുതൽ സിനിമ സ്ക്രിപ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ എത്രയോ അവസരം മുമ്പുണ്ടായിട്ടുണ്ട്. അതൊരു പ്രയാസമുള്ള കാര്യമായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഒരു സിനിമ സംവിധാനം ചെയ്യാൻ എനിക്ക് തോന്നാൻ കാരണം ഈ കഥയിലെ ഒരു പ്രത്യേകത ഉണ്ടാകും. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ, അറിവ് ശരിയാണെങ്കിൽ, ഇങ്ങനൊരു സിനിമ ലോകത്ത് ഒരു ലാംഗ്വേജിലും കേട്ടിട്ടില്ല, വന്നിട്ടില്ല. അപ്പം അങ്ങനെ ഒരു പുതിയൊരു വിഷയം ജനങ്ങൾക്ക് ഒരു പുതിയ അറിവ് പകരുക. നമ്മൾ ഇതുവരെ ആരും പറയാത്തൊരു പുതിയൊരു വിഷയം ജനങ്ങൾ എന്നാൽ അതൊരു സയൻറ്റിഫിക്കാണ്, ലോജിക്കലാണ്. ഇന്നില്ലെങ്കിൽ നാളെ ജനം അത് മനസ്സിലാക്കിയേ പറ്റും. ഇത് ഫ്യൂച്ചർ ആയിട്ട് ചിന്തിക്കുന്ന ആളുകൾക്ക് മനസ്സിലാവേണ്ട ഒരുപാട് വിഷയമുണ്ട് ഈ പടത്തിനകത്ത്. കാരണം ഈ മനുഷ്യൻ്റെ സ്വന്തം എന്തുകൊണ്ടാണ് അവൻ്റെ ശക്തിയെ തിരിച്ചറിയാൻ പറ്റാതായി പോയത് എന്നാണ് നമ്മൾ ഇതിനകത്ത് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞിരുന്നെന്നാണ് കണ്ടവരും എല്ലാവരും പറയുന്നത്. ബാക്കിയല്ല. ശ്യാം പ്രസാദ് ഉത്തമന വിശേഷങ്ങളൊക്കെ നമ്മളോട് പങ്കുവയ്ക്കും. ശ്യാം, ഗുഡ് മോർണിംഗ്. എത്ര ചിത്രങ്ങൾ നമുക്ക് വേണ്ടി സമ്മാനിച്ചാണ്. അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു സംവിധാന രംഗത്തേക്ക് കുറേ കാലങ്ങൾക്ക് മുമ്പേ ഇറങ്ങാമായിരുന്നു, ഒരുപാട് അവസരമുണ്ടായിരുന്നു. പക്ഷേ കുറച്ച് വൈകിയാണെങ്കിലും അദ്ദേഹം ആ ആഗ്രഹം അങ്ങ് സാധിച്ചിരിക്കുകയാണ്. അപ്പോൾ ശ്യാം നേരിട്ട് പോയിരുന്നല്ലോ, എന്തൊക്കെ വിശേഷങ്ങൾ അദ്ദേഹം പങ്കുവച്ചു? മലയാള സിനിമയിൽ എണ്ണം പറഞ്ഞ ഒരുപിടി നല്ല ചിത്രങ്ങൾ സമ്മാനിച്ച തിരക്കഥാകൃത്താണ് എസ്.എൻ. സ്വാമി. അദ്ദേഹത്തിൻ്റെ കുറ്റാന്വേഷണ കഥകളാണെങ്കിൽ പോലും എല്ലാ സിനിമകളിലും ഒരു പ്രത്യേക ടച്ചുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമകൾ നമ്മൾ കണ്ണുമ ചിമ്മാതെ കണ്ടിരിക്കും. അത്രയേറെ നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുണ്ട്. മികച്ച സംവിധായകരാണ് അദ്ദേഹത്തിനൊപ്പം വർക്ക് ചെയ്തിട്ടുള്ളത്. കേമതുണ്ട്, ജോഷിയുണ്ട്, സത്യനന്ദിക്കാറുണ്ട്. അങ്ങനെ ഒട്ടനവധി പേർക്കൊപ്പം വർക്ക് ചെയ്ത എസ്.എൻ. സ്വാമി ഇതാ തൻ്റെ 70 വയസ്സുകളിൽ ഇതാ അദ്ദേഹം ഒരു സംവിധായകനായി മാറിയിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സിനിമ ആദ്യ പ്രിവ്യൂ ഷോ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ച് നടന്നു. എസ്.എൻ. സ്വാമി തിരക്കഥയും സംവിധാനവും നിർവഹിക്കുന്ന സീക്രട്ട് എന്ന ചിത്രം ജൂലൈ 19-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ധ്യാൻ ശ്രീനിവാസനാണ് നായകൻ. എങ്ങനെയാണ് ആ സിനിമ എന്നത് ഒരുപക്ഷെ നമ്മൾ എസ്.എൻ. സ്വാമിയുടെ ചിത്രങ്ങൾ നമ്മൾ സ്വാമിയാണ് തിരക്കഥ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കെല്ലാവർക്കും അത് ആ സിനിമ കാണണം എന്ന ഒരു ആഗ്രഹം ഉണ്ടാകും. അത്രയേറെ മികച്ച സിനിമകൾ സമ്മാനിച്ചിട്ടുണ്ട് എസ്.എൻ. സ്വാമി. അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിലൂടെ നമുക്കറിയാം ഒരുപാട് കഥാപാത്രങ്ങളെ തന്നെ അദ്ദേഹം സമ്മാനിച്ചിട്ടുണ്ട്. സേതുരാമയ്യർ CBI ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ മമ്മൂട്ടിയുടെ പെരുമാൾ എന്ന കഥാപാത്രം, ഈ ധ്രുവം സിനിമയിലെ മന്നാടിയാർ, അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ തന്നെ മമ്മൂട്ടിക്ക് നൽകിയിട്ടുണ്ട്. തൊട്ടപ്പുറത്ത് മോഹൻലാലിലേക്ക് വരികയാണെങ്കിൽ സാഗർ എലിയാസ്, ജാക്കിയുണ്ട്. അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങൾ ഇന്നും നമ്മുടെ ഉള്ളിൽ എസ്.എൻ. സ്വാമി ക്രിയേറ്റ് ചെയ്ത ആ കഥാപാത്രങ്ങൾ ജീവിക്കുക. അതിനിടയിലാണ് അദ്ദേഹം വീണ്ടും തിരക്കഥയിൽ നിന്ന് മാറി സംവിധാന രംഗത്തേക്ക് കൂടി അദ്ദേഹം എത്തുന്നത്. എന്തായിരിക്കും ആ സിനിമ എന്ന് ഒരുപക്ഷെ നമുക്ക് മുൻകൂട്ടി തന്നെ പറയാം. മികച്ചൊരു ചിത്രമായിട്ടത് മാറും. അതെ ശ്യാം, അത് തന്നെയാണ് ആശംസിക്കുന്നത്.